കുട്ടികളെ, ഈ രസകരവും ആകാംക്ഷാഭരിതവുമായ കഥയുടെ 4-ാമത്തെ അധ്യായത്തിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അധ്യായത്തിലേക്ക്. പതിയെ പതിയെ സരസ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട മിസ്റ്റർ ജെഫേഴ്സണും ഡോക്ടർ ജെറാൾഡും ചിരകാല സുഹൃത്തുക്കളെ പോലെ ഹോട്ടൽ ബാറിലേക്ക് നടന്നു. അല്പം വിസ്കി കഴിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്ന ആ അമേരിക്കക്കാരുണ്ടല്ലോ, അതൊരു മാതൃകാ കുടുംബമാണെന്ന് പറയാമോ? അല്ല, മാതൃകാ കുടുംബമാണെന്ന് പറയാൻ പ്രയാസമുണ്ട്. സ്വല്പം ഒന്ന് ആലോചിച്ചിട്ട് ജെഫേഴ്സൺ പറഞ്ഞു. പക്ഷെ വളരെ അനുസരണാശീലമുള്ളവരാണെന്ന് തോന്നിയല്ലോ. ആ വൃദ്ധയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നുവെന്നാണോ? എന്നാ ശരി തന്നെ, അവരൊരു വല്ലാത്ത സ്ത്രീയാണ്. ഓഹോ, അതെന്നെ ഞാൻ പറയാം ഡോക്ടർ ജെറാൾഡ്. ഈ ഇടയായി അവരുടെ കാര്യം തന്നെയാണ് എന്റെ മനസ്സിൽ. താങ്കൾക്ക് മുഷിയില്ലെങ്കിൽ വിശദമായി പറയാം. അവരുടെ കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ എനിക്ക് അല്പം വിഷമമില്ലാതില്ല, ആശങ്കയോടെ ജെഫേഴ്സൺ പറഞ്ഞു. മിസസ് ബോയിന്റൺ എന്റെ ഒരു പഴയ സുഹൃത്താണ്. ആ വൃദ്ധയല്ല, അവരുടെ മരുമകൾ. കറുത്ത മുടിയുള്ള ആ സുന്ദരിയോ? അത് തന്നെ, അതാണ് നാദീൻ. സൽസ്വഭാവിയായൊരു യുവതിയാണ് നാദീൻ ബോയിന്റൺ. അവളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ പരിചിതരാണ്. അന്ന് അവൾ ആശുപത്രിയിൽ നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. ആയിടെ ഒരവധിക്കാലത്ത് അവരോടൊപ്പം താമസിച്ചു. അങ്ങനെയാണ് ലെന്നോക്സിനെ വിവാഹം കഴിക്കാൻ ഇടയായത്. എന്നിട്ട് ഒരു കവിൾ വിസ്കി അകത്താക്കിയിട്ട് ജെഫേഴ്സൺ തുടർന്നു. ബോയിന്റൺ കുടുംബത്തിന്റെ ചരിത്രം ഞാൻ പറയാം. പറയൂ, കേക്കട്ടെ. അതറിയാൻ ഡോക്ടർക്ക് വളരെ ആകാംക്ഷയുണ്ടായിരുന്നു. പരീതനായ എൽമർ ബോയിന്റൺ പ്രസിദ്ധനും വളരെ നല്ല വ്യക്തിത്വത്തിനുടമയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ 3 കുട്ടികളെ പ്രസവിച്ച ശേഷം മരിച്ചുപോയി. ഇളയവരായ കരോളും റീമണ്ടും പിച്ച വെച്ച് നടക്കുന്ന പ്രായം. അപ്പോഴാണ് അദ്ദേഹം 2ാമത് കല്യാണം കഴിച്ചത്. തീരെ ചെറുപ്പമല്ലെങ്കിലും സുന്ദരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും മിസസ് ബോയിന്റനെ ഇപ്പൊ കാണുന്നവർ അത് വിശ്വസിക്കില്ല. എന്തായാലും എൽമർ ബോയിന്റന് അവരെ വളരെ കാര്യമായിരുന്നു. അവർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അദ്ദേഹം അനുസരിച്ചിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഏറെ നാൾ അദ്ദേഹത്തിന് കിടക്കയിൽ തന്നെ കഴിയേണ്ടി വന്നു. അന്നൊക്കെ ആ സ്ത്രീയുടെ ചട്ടപ്പടിയാണ് മറ്റുള്ളവർ ജീവിച്ചത്. നല്ല കഴിവും ചുമതലാ ബോധവുമുള്ള സ്ത്രീയായിരുന്നു മിസസ് ബോയിന്റൺ. അവർ പ്രസവിച്ച പെൺകുട്ടിയാണ് ജനീറ, ചുവന്ന തലമുടിയുള്ള സുന്ദരി. പക്ഷേ അവളുടെ മനസ്സ് തീരെ ലോലമാണ്. ഭർത്താവ് മരിച്ച ശേഷം അവർ പുറം ലോകവുമായി അധികം ബന്ധപ്പെട്ടതേയില്ല. ആ കുട്ടികൾക്ക് വേണ്ടി അവരവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. ഇതിനെക്കുറിച്ച് താങ്കൾ എന്ത് പറയുമെന്ന് അറിഞ്ഞുകൂടാ. എന്റെ അഭിപ്രായത്തിൽ അത് അത്ര പന്തിയല്ല. ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് പരിപൂർണമായും യോജിക്കുന്നു. മാനസിക വളർച്ചയ്ക്ക് ഹാനികരമാണത്, ഡോക്ടർ മറുപടി പറഞ്ഞു. മിസസ് ബോയിന്റൺ കുട്ടികളെ കൂട്ടിലിട്ട് അടച്ച പോലെയാണ് വളർത്തിയത്. മറ്റാരോടും ബന്ധപ്പെടാൻ അവർ അനുവദിച്ചില്ല. അതിന്റെ ഫലമായി ഒരുതരം ഞരമ്പ് രോഗികളെ പോലെയാണ് അവർ വളർന്നത്. ഇപ്പോൾ അപരിചിതരമായി ഇണങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. അത് തെറ്റായി പോയി, വലിയ തെറ്റ് തന്നെ, ഡോക്ടർ പറഞ്ഞു. പള്ളയുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ സംശയിക്കുന്നില്ല. മേൽനോട്ടം കൂടിപ്പോയതാണ് കുഴപ്പം. എല്ലാരും ഒന്നിച്ചാണോ താമസിക്കുന്നത്? അതേന്ന്. അവരുടെ പുത്രന്മാരാരും ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. എൽമർ ബോയിന്റൺ ധനികനായിരുന്നു. എല്ലാം മിസസ് ബോയിന്റന്റെ പേർക്കാണ്. ആജീവനാന്തം അവർക്ക് അനുഭവിക്കാം. അത് കഴിഞ്ഞാൽ മക്കൾക്കെല്ലാം തുല്യമായി അവകാശപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും സാമ്പത്തികമായി അമ്മയെ ആശ്രയിക്കുന്നുവെന്നർത്ഥം അല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ, എല്ലാവരും വീട്ടിൽ തന്നെ താമസിച്ചാൽ മതിയെന്നും പണിക്കൊന്നും പോകേണ്ടതില്ലെന്നും അമ്മ നിർദ്ദേശിച്ചു. ആവശ്യത്തിന് പണമുള്ളത് കൊണ്ട് അവരുടെ അഭിപ്രായം ശരിയായിരിക്കാം. ജോലി ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും എന്റെ അഭിപ്രായത്തിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജോലി ഒരു ഉത്തേജന ഔഷധമാണ്. പിന്നെ മറ്റൊന്ന്, അവർക്ക് യാതൊരു നേരം പോക്കിലും താല്പര്യമില്ല. ഗോൾഫ് കളിക്കാറില്ല. നൃത്തത്തിനോ ചെറുപ്പക്കാരോടൊത്തുള്ള മറ്റ് വിനോദ പരിപാടികൾക്കോ പോകാറില്ല. ഉൾനാട്ടിലെ ആ ഒറ്റപ്പെട്ട വലിയ കാരാഗ്രഹം പോലുള്ള വീട്ടിലാണ് താമസം. തുറന്നു പറയട്ടെ ഡോക്ടർ ജെറാൾഡ്, ഇത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാനും അതിനോട് യോജിക്കുന്നു, ഡോക്ടർ പറഞ്ഞു. അതിലൊരാൾക്കും അല്പം പോലും സാമൂഹ്യ ബോധമില്ല. അനുസരണയൊക്കെയുള്ള കുടുംബം തന്നെ, പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അതിലൊരാൾക്കും, ആണിനോ പെണ്ണിനോ, പ്രത്യേകം താമസിക്കണമെന്ന മോഹം തോന്നിയിട്ടില്ലേ? ഡോക്ടർ അതിശയത്തോടെ ചോദിച്ചു. എന്റെ അറിവിലില്ല. എപ്പോഴും ഒന്നിച്ചു കൂടിയിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ആരാണ് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ഉത്തരവാദി? മിസസ് ബോയിന്റണോ അതോ അവരുടെ മക്കളോ? ജെഫേഴ്സണ് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അത് തള്ളയാണ് ഏറെക്കുറെ ഉത്തരവാദിയെന്ന് തോന്നുന്നു. മോശമായ രീതിയിലാണ് അവർ കുട്ടികളെ വളർത്തിയത്. എങ്കിലും പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തമായ ഒരു ജീവിതമാർഗം സ്വീകരിക്കേണ്ടതല്ലേ? ഗൂഢമായ ഒരു ആലോചനയോടെ ഡോക്ടർ ജെറാൾഡ് പറഞ്ഞു. അതൊരു പക്ഷേ അസാധ്യമായിരിക്കും. എന്തുകൊണ്ട് അസാധ്യം? ഒരു വൃക്ഷത്തിന്റെ വളർച്ച തടയാൻ ചില മാർഗങ്ങളുണ്ട് മിസ്റ്റർ ജെഫേഴ്സൺ. ജെഫേഴ്സൺ ആശ്ചര്യത്തോടെ പറഞ്ഞു. പക്ഷേ അവരുടെ ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ലല്ലോ ഡോക്ടർ. ശരീരത്തിന്റെ മാത്രമല്ല, മനസ്സിന്റെയും വളർച്ചയെ നിയന്ത്രിക്കാനും മുരടിപ്പിക്കാനും കഴിയും.
മാനസികമായും അവർക്ക് തകരാറില്ല. ഡോക്ടർ ജെറാൾഡ് ദീർഘമായി നിശ്വസിച്ചു. ജെഫേഴ്സൺ തുടർന്നു. ഇല്ല ഡോക്ടർ ജെറാൾഡ്, ഓരോരുത്തരും സ്വന്തമായി തന്നെയാണ് അവരവരുടെ ജീവിതം നിർണ്ണയിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നു. ആത്മാഭിമാനമുള്ള പുരുഷൻ സ്വന്തം പാത വെട്ടിത്തെളിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അഭിമാനമില്ലാത്ത പുരുഷനെ ബഹുമാനിക്കാൻ ഏതെങ്കിലും സ്ത്രീക്ക് കഴിയുമോ? ജെറാൾഡ് അയാളെ സൂക്ഷിച്ചു നോക്കി. നിങ്ങൾ സൂചിപ്പിക്കുന്നത് മിസ്റ്റർ ലെന്നോക്സ് ബോയിന്റന്റെ കാര്യമാണെന്ന് തോന്നുന്നു. അതെ, ലെന്നോക്സിന്റെ കാര്യം തന്നെ. റീമണ്ട് ഇപ്പോഴും കുട്ടിയാണ്. എന്നാൽ ലെന്നോക്സിന് 30 വയസ്സായി. തന്നെ കൊണ്ട് വല്ലതിനും കൊള്ളാമെന്ന് കാണിക്കേണ്ട പ്രായം. അയാളുടെ ഭാര്യയുടെ ജീവിതവും അത്ര സുഖകരമല്ലായിരിക്കും. അതെ, അവളുടെ കാര്യവും വളരെ കഷ്ടമാണ്. നാദീൻ വളരെ നല്ല കുട്ടിയാണ്. ഞാൻ അവളെ ആരാധിക്കുന്നു. ആരെക്കുറിച്ചും അവൾക്ക് ഒരു പരാതിയുമില്ല. പക്ഷേ അവൾ സന്തുഷ്ടയല്ല, വളരെ ദുഃഖിതയാണ്. ഡോക്ടർ എന്ത് വിചാരിക്കുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു സ്ത്രീയുടെ സഹനശക്തിക്കും അതിരുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നാദീന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ലെന്നോക്സിനെ വരച്ച വരയിൽ നിർത്തുമായിരുന്നു. ഒന്നുകിൽ പുരുഷനെ പോലെ പെരുമാറണം, അല്ലെങ്കിൽ അവൾ ഭർത്താവിനെ ഉപേക്ഷിക്കണമെന്നാണോ? അവൾക്ക് സ്വന്തമായ ഒരു ജീവിതമില്ലേ ഡോക്ടർ ജെറാൾഡ്? അർഹമായ രീതിയിൽ അവളെ പരിഗണിക്കാൻ ഭർത്താവ് തയ്യാറാകാത്ത പക്ഷം വേറെ പുരുഷന്മാർ അതിന് തയ്യാറായെന്ന് വരും. ഉദാഹരണമായി നിങ്ങൾ തന്നെ. ജെഫേഴ്സന്റെ മുഖമൊന്ന് തൊടുത്തു. പിന്നീട് അഭിമാനപൂർവ്വം അദ്ദേഹം പറഞ്ഞു, വാസ്തവമാണ്, ആ യുവതിയോട് എനിക്കുള്ള വികാരം ഞാൻ മറച്ചു വെക്കുന്നില്ല. ഞാൻ അവളെ ബഹുമാനിക്കുന്നു. എനിക്ക് അവളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. അവളുടെ സന്തോഷം മാത്രമാണ് എന്റെ ലക്ഷ്യം. ലെന്നോക്സിനോടൊപ്പമുള്ള അവളുടെ ജീവിതം സന്തോഷകരമായിരുന്നെങ്കിൽ ഒരു പരാതിയുമില്ലാതെ ഞാൻ പിന്മാറിയേനെ. പക്ഷെ ഇനിയിപ്പോ ഞാൻ തയ്യാറായി നിൽക്കുന്നു. അവൾക്ക് എന്നെ ആവശ്യമുള്ള പക്ഷം ഞാൻ റെഡി. ആപത്തിൽ സഹായിക്കുന്ന ഒരു ആത്മമിത്രം. അങ്ങ് സൂചിപ്പിച്ചത് എന്റെ സാറേ, ഇത്തരം നിസ്വാർത്ഥത അമേരിക്കക്കാർക്കിടയിലെ കാണൂ. പ്രതിഫലേച്ച കൂടാതെ പ്രിയ സ്നേഹിതയെ സേവിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്നു. തീർത്തും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം. പക്ഷേ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അവൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ ആ നിമിഷം ഞാൻ അവളുടെ ചാരത്തുണ്ടാകും. മിസ്സിസ് ബോയിന്റിന് നിങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് പറയാമോ? വൃദ്ധയുടെ കാര്യത്തിൽ എനിക്കൊരു തീർച്ചയുമില്ല. ജെഫേഴ്സൺ തുടർന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതിൽ അവർക്ക് താല്പര്യമില്ല. എങ്കിലും എന്നോടുള്ള പെരുമാറ്റം വളരെ വ്യത്യസ്തമാണെന്ന് പറയാം. തികച്ചും സൗമ്യമായി, കുടുംബത്തിൽ ഒരാളോടെന്ന പോലെയാണ് അവർ പെരുമാറുന്നത്. മിസ്സസ് ലെന്നോക്സിനോടുള്ള നിങ്ങളുടെ സ്നേഹബന്ധത്തെ യഥാർത്ഥത്തിൽ അവർ അനുകൂലിക്കുന്നു. അതൊരു പക്ഷേ അല്പം വിചിത്രമായി തോന്നുന്നില്ലേ? ഒരു കാര്യം ഞാൻ തീർത്തു പറയാം ഡോക്ടർ. ഞങ്ങളുടേത് നിഷ്കളങ്കമായ സ്നേഹബന്ധമാണ്. ആക്ഷേപാർഹമായി അതിലൊന്നുമില്ല. എന്റെ ചെങ്ങാതി, എനിക്കതിലൊരു സംശയവുമില്ല. എങ്കിലും ഞാൻ ആവർത്തിക്കട്ടെ, ഈ സ്നേഹബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മിസസ് ബോയിന്റന്റെ നടപടി വിചിത്രം തന്നെ. മിസസ് ബോയിന്റനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അതിയായ താല്പര്യം. അവരൊരു സാധാരണ സ്ത്രീയല്ല. ഉറച്ച മനസ്സും ഉയർന്ന വ്യക്തിത്വവും ഉള്ളവരാണ്. അവരുടെ ഭർത്താവ് പോലും അവരുടെ അഭിപ്രായത്തെ അക്ഷരം പ്രതി മാനിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ തന്റെ കുട്ടികളെ സാമ്പത്തികമായി തികച്ചും അവരുടെ നിയന്ത്രണത്തിലാക്കിയത്. പക്ഷേ മിസ്റ്റർ ജെഫേഴ്സൺ, എന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് നിയമം അനുവദിക്കുന്നില്ല. ഞങ്ങൾ അമേരിക്കക്കാർ പൂർണ്ണമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നു. കസേരയിൽ നിന്ന് രണ്ടുപേരും എഴുന്നേറ്റു. എന്നാൽ കൂട്ടുകാരന്റെ അഭിപ്രായം ഡോക്ടർ ജെറാൾഡിൽ വലിയ മതിപ്പുളവാക്കിയില്ല. പല നാട്ടുകാരും ഇങ്ങനെ ആത്മപ്രശംസ നടത്തുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട്. തികച്ചും സ്വതന്ത്രമാണെന്ന് പറയാൻ ഒരു രാജ്യത്തിനും ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും കഴിയുകയില്ലെന്ന് ഡോക്ടർ ജെറാൾഡിന് അറിയാം. വിവിധ തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങൾ നിലവിലുണ്ടെന്നതൊരു സത്യമാണ്. അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് ഡോക്ടർ ജെറാൾഡ് ഉറങ്ങാൻ പോയി. കുട്ടികളെ, ഓരോ അധ്യായങ്ങൾ കഴിയുന്തോറും ഈ ബോയിന്റൻ കുടുംബത്തിന് ഒരു വല്ലാത്ത നിഗൂഢതയുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്താവും അത്? ആകാംക്ഷയോടെ കാത്തിരിക്കുക. അപ്പോ അടുത്ത അധ്യായവുമായി കാണുന്നത് വരേക്കും ടാറ്റാ.